പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പലരും പല വിധത്തിൽ വാർത്തകളിൽ താരമായി മാറുമ്പോൾ വാർത്താതാരമായി മാറാൻ കൊതിച്ച ഒരു പുലിക്കുട്ടൻ്റെ കഥ കേൾക്കാം. ഇത്തവണത്തെ വാർത്താതാരം ഞാൻ തന്നെ. ടിങ്കു പുലിക്കുട്ടി ഉറക്കെ പ്രഖ്യാപിച്ചു. സംശയമെന്താ? ചേട്ടൻ തന്നെ വാർത്താതാരം. കൊച്ചുപുലികൾ പറഞ്ഞു. പിന്നല്ലാതെ മറ്റാരാണ്? ചങ്കേ, നീ ഉറപ്പിച്ചോ? ശിങ്കിടികളായ ലല്ലു കുറുക്കനും ബില്ലു ചെന്നായിയും കൂട്ടുകാരനെ പ്രോത്സാഹിപ്പിച്ചു. ടിങ്കുപുലിക്കുട്ട നേതാവേ, ഞങ്ങളുടെ ഓമന ചങ്ങാതി, നിങ്ങളല്ലാതൊരു താരമുണ്ടോ? നിന്നെപ്പോൽ മറ്റൊരു വീരനുണ്ടോ? കൂട്ടുകാരുടെ പുകഴ്ത്തലുകൾ കേട്ട് ടിങ്കു ആഹ്ലാദിച്ചു. നീ എന്ത് ചെയ്തിട്ടാണ് താരമാകുന്നത്? ഒന്നുകിൽ മൃഗങ്ങൾക്ക് നന്മ ചെയ്ത് അവരുടെ മനസ്സിൽ സ്ഥാനം നേടണം, അതല്ലെങ്കിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ എന്തെങ്കിലും നടത്തണം, അതുമല്ലെങ്കിൽ എതിരാളികളെ മലർത്തിയടിക്കുന്ന വീരനാവണം. ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നന്മ കൊണ്ടോ താരമാവണം. നിനക്കിതിൽ ഏതെങ്കിലും കഴിവുണ്ടോ? ടിങ്കുവിനോട് ചേട്ടനായ ജഗ്ഗുപുലി ചോദിച്ചു. കുട്ടികൾക്കുള്ളതല്ല ഈ പുരസ്കാരം, പ്രായവും പക്വതയുമുള്ള വലിയ മൃഗങ്ങൾക്കാണ് ലഭിക്കാറ്, അച്ഛൻ പുലി പറഞ്ഞു. മോൻ വലുതാകുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിക്കണം, അല്ലെങ്കിൽ പഠിച്ച് വലിയ ശാസ്ത്രജ്ഞനോ വലിയ പദവിയിലുള്ള ആളോ ആവണം. അപ്പോൾ എല്ലാവരും മോനെ ബഹുമാനിക്കും. അമ്മ പുലി അവനെ സമാധാനിപ്പിച്ചു. എങ്ങനെയും വാർത്തകളിൽ ഇടം നേടണം. അതിനായി ടിങ്കുവിൻ്റെ ശ്രമം. കുറേ പുല്ല് പറിച്ച് കെട്ടുകളാക്കി മുയലുകൾക്കും മാനുകൾക്കും കൊടുക്കാൻ നോക്കി. പുലിക്കുട്ടൻ്റെ നിഴൽ കാണുമ്പോഴേ അവർ പമ്പ കടക്കും. പഴങ്ങൾ പറിച്ച് പക്ഷികൾക്ക് കൊടുക്കാൻ നോക്കിയപ്പോഴും അതുതന്നെയാണ് സ്ഥിതി. ടിങ്കുവിന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഈ വർഷത്തെ മത്സരാർത്ഥിയാവാനുള്ള സമയം കഴിയുകയും ചെയ്യാറായി. ശരി, സാരമില്ല, അടുത്ത വർഷത്തെ താരമാകാൻ നേരത്തെ ശ്രമിക്കാം. അങ്ങനെ സമാധാനിച്ച് ടിങ്കു ശ്രമം തൽക്കാലം ഉപേക്ഷിച്ചു. അടുത്ത ദിവസം ടിങ്കുച്ചാർ ഒരു മൂളിപ്പാട്ടും പാടി ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്നു. താരം താരം മാനത്തു വിരിയുന്ന താരം, ഈ താഴത്തു ഞാനല്ലോ താരം എന്നു പാടി നടക്കുമ്പോൾ പുഴയോരത്ത് വലിയൊരു കരച്ചിൽ കേട്ടു. ഒരു കുരങ്ങൻ കുട്ടി പുഴയിലൂടെ ഒഴുകി വരുന്നു. കുത്തൊഴുക്കിൽപ്പെട്ട് മുങ്ങിയും പൊങ്ങിയും വരുന്ന അവൻ ഇനിയും മുന്നോട്ടു പോയാൽ അപകടം പിടിച്ച വലിയ പാറക്കെട്ടിലെ വെള്ളച്ചാട്ടത്തിൽ ചെന്ന് വീഴും. വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ടിങ്കുവിന് ഭയം തോന്നി. എങ്കിലും അവൻ്റെ മനസ്സിലെ നന്മ ഉണർന്നതുകൊണ്ട് പുഴവക്കിലെ മരത്തിൻ്റെ വേരിൽ ബലമായി പിടിച്ചിട്ട് പുഴയിലേക്ക് വാല് നീട്ടിയിട്ടു. ഭാഗ്യത്തിന് കുരങ്ങൻ കുട്ടിക്ക് ആ വാലിൽ പിടുത്തം കിട്ടി. കുരങ്ങൻ വാലു പിടിച്ചു വലിച്ചുകൊണ്ട് മുന്നോട്ട് കയറി. പുലിക്കുട്ടി വളരെ കഷ്ടപ്പെട്ട് അവനെ രക്ഷിച്ച് കരയ്ക്ക് കയറ്റി. കുരങ്ങ് രക്ഷപ്പെട്ടുവെങ്കിലും ടിങ്കുവിൻ്റെ മനോഹരമായ വാലിലെ രോമമെല്ലാം കൊഴിഞ്ഞുപോയി. വാലിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടെങ്കിലും കുരങ്ങൻകുട്ടി രക്ഷപ്പെട്ടതിൽ അവന് സന്തോഷം തോന്നി. അടുത്ത ദിവസത്തെ വനരമ, വനഭൂമി, വനാഭിമാനി, മെട്രോ കാനന, കാനന കൗമുദി എന്നുവേണ്ട സകല പത്രങ്ങളിലും കുട്ടിക്കുരങ്ങനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ടിങ്കുവിൻ്റെ വിശേഷങ്ങൾ ചിത്രം സഹിതം അച്ചടിച്ചു വന്നു. ഭാഗ്യത്തിന് പുഴയുടെ തീരത്ത് സ്ഥാപിച്ചിരുന്ന CCTVയിൽ ടിങ്കുവിൻ്റെ വീരകൃത്യം ഭംഗിയായി പതിഞ്ഞിരുന്നു. നവമാധ്യമങ്ങൾ ഏറ്റെടുത്ത ആ ദൃശ്യം പത്രങ്ങളും ചാനലുകളും ആഘോഷിച്ചു. ചാനലുകളിലെല്ലാം ടിങ്കുവാണ് താരം.
മനോരമ ചാനലിൻ്റെ വാർത്താ പട്ടികയിൽ ആദ്യമായി പ്രായപൂർത്തിയാവാത്ത ഒരു മൃഗക്കുട്ടി സ്ഥാനം പിടിച്ചു. വാശിയേറിയ വോട്ടെടുപ്പ്, വലിയ മത്സരം. വാർത്താതാരത്തെ പ്രഖ്യാപിക്കുന്ന ദിനം അടുത്തു വന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാവ്, സിനിമാ സൂപ്പർ താരം, പ്രശസ്ത ഗായകൻ എന്നിവർക്കൊപ്പം നമ്മുടെ കൊച്ചു ടിങ്കുവും അവസാന പട്ടികയിലെത്തി. വോട്ടെടുപ്പിൽ മറ്റു താരങ്ങളെ ബഹുദൂരം പിന്നിലാക്കി പുതുതലമുറയുടെ താരങ്ങളിൽ താരമായ ലിറ്റിൽ ടിങ്കു ഈ വർഷത്തെ മനോരമ വാർത്താതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രഖ്യാപനം കേട്ടപ്പോൾ കൂട്ടുകാർ ആവേശത്തോടെ പാടി, ടിങ്കുക്കുട്ട പുലിക്കുട്ട ഞങ്ങളുടെ യോമന ചങ്ങാതി, നീയാണല്ലോ താരം, നമ്മുടെ വാർത്താ താരം. അതുകേട്ട് ടിങ്കു നാണത്തോടെ ചിരിച്ചു.